നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച തിരുവനന്തപുരം മേയർ വി രാജേഷ്, ഡെപ്യൂട്ടി മേയർ GH ആശാനാഥും ഒന്നിച്ചാണ് മുഖ്യമന്ത്രിയെ ഓഫീസിലെത്തി സന്ദർശിച്ചുവെന്ന് വി രാജേഷ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത്. കോർപ്പറേഷന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ കൃത്യമായി വേണമെന്നും അത് തേടാനായും വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സഹകരണം അദ്ദേഹം വാഗ്ദാനം ചെയ്തുവെന്നും വി രാജേഷ് പറയുന്നു. സംസ്ഥാന തലസ്ഥാനങ്ങളിലെ കോർപ്പറേഷനുകളിലേക്കുള്ള കേന്ദ്ര പദ്ധതികൾ പരമാവധി നേടിയെടുത്ത് മുന്നോട്ടു പോകുവാനുള്ള സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുവെന്നും വി രാജേഷ് കൂട്ടിച്ചേർത്തു. വിവാദങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. നേരത്തെ മുഖ്യമന്ത്രി വി രാജേഷിനെ വിളിച്ച് ആശംസ അറിയിച്ചുവെന്ന വാർത്തകൾ ഏറെ ചർച്ചയായിരുന്നു. പിന്നാലെ പ്രതികരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്ത് എത്തി. വി രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ് എന്ന് ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാവിലെ വി രാജേഷ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇല്ലാതിരുന്നതിനാൽ പിന്നീട് കണക്ട് ചെയ്യാമെന്ന് PA അറിയിച്ചു. അത് കഴിഞ്ഞ് PA വിളിച്ച് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുകയും ചെയ്തു എന്നും വി രാജേഷ് വ്യക്തമാക്കി. താൻ മേയറായി തെരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണെന്നും അത് കഴിഞ്ഞ് നേരിട്ട് വന്ന് കാണണമെന്നും രാജേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ആവട്ടെ, അഭിനന്ദനങ്ങളെന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രചരിക്കപ്പെട്ട വാർത്ത വി രാജേഷിനെ മുഖ്യമന്ത്രി വിളിച്ച് ആശംസകൾ അറിയിച്ചു എന്നാണ്. ഇത് വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതുമാണ് എന്നും വാർത്ത തിരുത്തണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ കുറിപ്പിൽ പറയുന്നു. താനാണ് മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ചതെന്ന് വി രാജേഷും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും വി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുള്ള ചില കമന്റുകൾ അത് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഏതൊരാൾക്കും അവരവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിലും സംഘടനകളിലും പല പല മേഖലകളിലും പ്രവർത്തിക്കാനും കഴിയുന്ന രാജ്യമാണ് ഭാരതം. നാടിന്റെ നന്മകൾക്ക് ഒരാവശ്യം വരുമ്പോൾ എല്ലാവരും ഒരു മനസ്സോടെ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഈ സഹകരണമാണ് നാടിന് ആവശ്യമെന്നും മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ ഒരു ചെറിയ സമയം അത് നാട്ടുകാർക്ക് പ്രയോജനപ്പെടുത്തുക ആണ് വേണ്ടതെന്നും പറയുന്നുണ്ട്. എന്തോ മനസ്സിലൊരു സന്തോഷമുള്ള കാഴ്ചയാണല്ലോ ഈ കാണുന്നതെന്ന് പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചു പോവുക, വികസനത്തിന് രാഷ്ട്രീയം തടസ്സമാകരുത്. സാർ, നമ്മുടെ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും നടക്കാൻ യോഗ്യമാക്കണം. പലതിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള കയ്യേറ്റങ്ങളുണ്ട്. വേസ്റ്റ് പ്ലാറ്റ്ഫോമിൽ, അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് പാർക്കിംഗ്, പൊളിഞ്ഞ സ്ലാബ്, കടക്കാരുടെ സാധനങ്ങൾ പ്ലാറ്റ്ഫോമിൽ നടുവിൽ, ഇലക്ട്രിക് പോസ്റ്റ്, അങ്ങനെ അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ആക്ഷൻ അതിനു വേണ്ടി എടുക്കണമെന്ന് പറയുന്നു. വളരെ നല്ല തീരുമാനം, എല്ലാവിധ ആശംസകൾ നേരുന്നു എന്ന് പറയുന്നുണ്ട്. ഉള്ളിൽ കരുതൽ വേണം, കാലനാണ് സാധനം എന്ന് പറയുന്നവരുണ്ട്. കിട്ടേണ്ടത് കിട്ടിയാലേ തോന്നേണ്ടത് തോന്നൂ. ഇപ്പോൾ എത്ര അന്തസ്സുണ്ട് എന്ന് ഒന്നിച്ചു മുന്നേറാം. നമുക്ക് നോക്കാലോ ഏതു പാർട്ടിയുടെ മേയറാണ് ബെസ്റ്റ് മേയർ എന്ന്. 3 കോൺഗ്രസ്, 1 CPM, 1 BJP. എല്ലാവരും മത്സരിക്കട്ടെ, നാട് നന്നാവട്ടെ. രാഷ്ട്രീയക്കാർ ഇങ്ങനെയാണ്. പുറത്ത് ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ അടിപിടി കൂടി കാണിക്കുന്നത് തമ്മിൽ ഒന്നിച്ചു കാണുമ്പോൾ ഈ സൽക്കാര വേദിയിൽ ഉൾപ്പെടെ തോളിൽ കൈയിട്ട കുടുംബവിശേഷവും കുശലവും പറഞ്ഞ് കൈ കൊടുത്ത് പിരിയുന്ന മാക്രികൾ പുറത്തുനിന്ന് ചിലയ്ക്കുന്നത് മിച്ചം എന്ന് പറയുന്നുണ്ട്. എൻ്റെ പേരും രാജേഷ്, താങ്കൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നവരുണ്ട്. ബി പോസിറ്റീവ്, എങ്ങനെ അത് ആകണം എന്നതിന് ഒരു മാതൃകയാവണം. വികസനം രാഷ്ട്രീയത്തിന് അപ്പുറമാവണം. ബിഗ് സല്യൂട്ട് രാജേഷ് ജി എന്ന് പറയുന്നവരുമുണ്ട്. തുടക്കം അവിടെ നിന്നുമാകട്ടെ, ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഇത്. ആശംസകൾ VR എന്ന് പറയുന്നവരുണ്ട്. ഇത് തന്നെയാണ് മോദിയോട് കേരളം പറയുന്നത്. രാഷ്ട്രീയം വികസനത്തോട് വേണ്ട. ഇപ്പോൾ മൂപ്പർക്ക് അല്പം ബോധം വന്നു. കേരളത്തിൽ BJP വികസിത വിരുദ്ധരാവരുത് എന്ന് പറയുന്നുണ്ട്. ശകുനം കെട്ട മാൻഡ്രാക്ക് വികസനം മുടക്കാതിരുന്നാൽ കൊള്ളാം എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും സൂക്ഷിക്കുക. പിന്നെ നല്ല കാര്യങ്ങളാണ് ഇത്തരത്തിൽ 2 ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഒരുമിച്ച് സന്തോഷം പങ്കിടുന്നതും ഒപ്പം എല്ലാ തരത്തിലുള്ള വികസനങ്ങൾക്കും സഹായം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നതും ഒക്കെ തന്നെ സന്തോഷമാണ്. എന്തായാലും വി രാജേഷ് മുഖ്യമന്ത്രിയെ തന്റെ വഴിയിലേക്ക് എത്തിച്ചു എന്നാണ് വ്യക്തമാകുന്നത്.